ഹായ്, വെൽക്കം ടു രമ്യാസ് ഫാമിലി വ്ലോഗ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് തംബ്നെയിലിൽ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു SSD എന്ന് മനസ്സിലായി കാണുമല്ലോ ആൾറെഡി ആ ഒരു തംബ്നെയിൽ കണ്ടതോടെ. അപ്പോൾ നമ്മൾ കുറച്ച് കാലമായിട്ട് ഒരു എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് മേടിക്കണം എന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മളിങ്ങനെ ചെക്ക് ചെയ്ത സമയത്ത് ഇപ്പോൾ ഹാർഡ് ഡിസ്ക് എല്ലാം ഔട്ട്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അറിയില്ല, ഇപ്പോൾ ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത് അതിനകത്തൊരു ഡിസ്ക് യൂസ് ചെയ്തിട്ടാണ് അത് എന്താണ് അതിൻ്റെ ഒരു വർക്കിംഗ് വരുന്നത്. അപ്പോൾ അത് ആൾറെഡി തന്നെ അതിൻ്റെ ഒരു ഔട്ട്ഡേറ്റഡ് ആയി. ഇപ്പോൾ എല്ലായിടത്തും നമ്മൾ SSD ആ ഒരു ഇതിലോട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഈ ഹാർഡ് ഡിസ്കിൻ്റെ ഒരു മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ഹാർഡ് ഡിസ്കിന് ഈ SSDയുടെ അത്ര ഒരു ലൈഫ് സ്പാൻ കിട്ടത്തില്ല. പിന്നെ അത് മാത്രമല്ല, പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് ജസ്റ്റ് താഴെ വീഴുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ആ ഒരു CD-യിൽ എന്തെങ്കിലും ക്രാഷൊക്കെ കാര്യങ്ങളോ ഉണ്ടായോ പിന്നെ നമുക്ക് ആ ഡാറ്റാസ് എല്ലാം റിക്കവർ ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് തന്നെ നമ്മൾ അങ്ങനെയാണ് നമ്മൾ SSD പ്ലാൻ ചെയ്തത്. അങ്ങനെ SSD നോക്കുന്ന സമയത്താണ് ഈ പറയുന്നത് പോലെ നമുക്കൊരു എക്സ്റ്റേണൽ SSD എന്നുള്ള രീതിയിൽ നോക്കിയപ്പോൾ എക്സ്റ്റേണൽ SSD ഇപ്പോൾ ഒന്ന് വന്നു തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ അത്യാവശ്യം എല്ലാത്തിനും നല്ല പ്രൈസ് ഉണ്ട്. ഇപ്പോൾ ഈ പറയുന്നത് പോലെ ഒരു 512 GB അങ്ങനത്തെ ഒരു രീതിയിൽ വരുന്നതൊക്കെ തന്നെ നമുക്ക് അറൗണ്ട് ഒരു 8,000 റുപ്പീസിന് മേലെയാണ് ഈ ഒരു എക്സ്റ്റേണൽ SSDക്ക് വരുന്നത്. അപ്പോൾ ആ സെയിം ടൈമിലാണ് നമ്മൾ പ്ലാൻ ചെയ്ത് നമുക്ക് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ഇന്റേണൽ SSD വിത്ത് കേസ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയിരിക്കും എന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്തു. അപ്പോൾ ഞാനങ്ങനെ ജസ്റ്റ് ആമസോണിലൊക്കെ കയറി ഓരോന്നിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിയപ്പോൾ നമുക്ക് അറൗണ്ട് ഈ ഒരു എക്സ്റ്റേണൽ SSDയുടെ കേസ്, അതേപോലെ തന്നെ ഇതിൽ നമ്മളൊരു കവറൂടെ ഓർഡർ ചെയ്യുന്നു. ഓക്കെ, വെള്ളം കൊണ്ടുതരാം. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്കതിൽ എന്താണ് പ്രൈസ് വളരെ കുറവായിരുന്നു കമ്പാരിറ്റീവ്ലി ഇന്റേണൽ SSD നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ ഒരു ഇന്റേണൽ SSD ആണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഏതായാലും എനിവേ ഫസ്റ്റ് ഈ ഒരു പാക്കേജ് നമുക്ക് ഇന്ന് ആമസോണിൽ നിന്ന് വന്നതാണ്. നമ്മളിത് ഓപ്പൺ ചെയ്തിട്ടില്ല. നമ്മളപ്പോൾ ജസ്റ്റ് ഈ ഒരു ഇതിൽ, അതായത് നമ്മളിപ്പോഴാണ് ഓപ്പൺ ചെയ്ത് നോക്കുന്നത് എങ്ങനെയാണ് ഡാമേജ് വല്ലതും ഉണ്ടോ എന്നുള്ളത് ഇനി വേണം നോക്കാം. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു പാക്കേജിൽ ഇരിക്കുന്നതെന്നുള്ളത്. ഇതിൻ്റെ ടോയ് അല്ല അൺബോക്സ് ചെയ്യുന്നത്. ഓക്കെ, ഇതിനകത്ത് കുറെ ബില്ലും പേപ്പർ വർക്കും കാര്യങ്ങളും. ഓക്കെ, തരാം. ഓക്കെ, അപ്പോൾ ഹേനുവിന് ഈ സാധനം ഭയങ്കര ഇഷ്ടമാണ്, ഇങ്ങനെ ഒന്ന് സൗണ്ട് കേൾപ്പിക്കാനായിട്ട്. ഹേനു ഇത് ആ കവറിൽ ഇൻബിൽറ്റ് ചെയ്താണ് കേട്ടോ വെച്ചിരിക്കുന്നത്. ഓക്കെ, കുറച്ച് കിട്ടി. പോയിരുന്ന് സൗണ്ട് കേൾപ്പിച്ചു. ഓക്കെ, പക്ഷെ ഇതിൽ എന്തൊക്കെ പറഞ്ഞാലും ഇതിലിങ്ങനെ സൗണ്ട് കേൾപ്പിക്കാൻ നല്ല രസമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത എല്ലാ ഐറ്റവും കൂടെ ഒരുമിച്ചാണ് കേട്ടോ ഒരു പാക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഓർഡർ ചെയ്ത SSD, EVM എന്ന് പറയുന്ന ആ ഒരു ബ്രാൻഡിൻ്റെ SSD. ഇത് M.2 അല്ല കേട്ടോ, നമ്മുടെ നേരത്തെ വരുന്ന 2.5 സാറ്റ വരുന്ന ആ ഒരു SSD വരുന്നത്. ദെൻ പിന്നെ ഒരു കേസ് ഓർഡർ ചെയ്തു. അതിൻ്റെ കേസല്ല, ഒരു കവർ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇത് വെച്ചിരിക്കണമല്ലോ നമുക്ക്, കാരണം എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നില്ലല്ലോ. പിന്നെ വരുന്നത് ഇതിൻ്റെ ഒരു എക്സ്റ്റേണൽ ഡ്രൈവ്. ഈ ഒരു എക്സ്റ്റേണൽ ഡ്രൈവ് യൂസ് ചെയ്തിട്ട് നമുക്കിത് ഡയറക്റ്റ് നമ്മുടെ ഏതാണ് USB പോർട്ട് ടൈപ്പ് ചെയ്യാനുണ്ടല്ലോ അതിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിതിൽ OTG വെച്ച് വേണമെന്നുണ്ടെങ്കിൽ Type C കൺവേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ Type C കേബിൾ ആയാലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് എനിവേ അതെല്ലാം ജസ്റ്റ് ഇതിലുള്ള ഡിസ്ക്രിപ്ഷൻ മാത്രമാണ് ഈ പറയുന്നത്. നമുക്ക് എനിവേ ഇത് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണെന്നുള്ളത് യൂസർ റിവ്യൂടെ നമുക്ക് നോക്കാം. എനിവേ നമുക്ക് ഇതെല്ലാം ഒന്ന് ജസ്റ്റ് അൺബോക്സ് ചെയ്യാം ഫസ്റ്റ്. അപ്പോൾ ഇത് ഇതിൻ്റെ MRP വരുന്നത് 5,999 ആണ്. അതുപോലെ ഇതിൻ്റെ MRP 775. കവറിന് പ്രത്യേകിച്ച് MRP ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ. 299 കൊടുത്തിട്ടുണ്ട്. നമുക്ക് എനിവേ ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് SSD നമുക്ക് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ SSDയുടെ സൈസ്. തരാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ SSDയുടെ സൈസ്. അപ്പോൾ ഈ പറഞ്ഞ 2.5 സാറ്റ് ആണെന്നുള്ളത് ഇതിൽ നോട്ട് ചെയ്തിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ദെൻ നമുക്ക് ഇന്റേണൽ ഡ്രൈവ് ആയതുകൊണ്ട് തന്നെ ആ സാറ്റ പോർട്ടും പവർ പോർട്ടും ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ദെൻ ഇതിൽ പ്രത്യേകിച്ച് കാണാനായിട്ടൊന്നുമില്ല, ജസ്റ്റ് ആ ഒരു SSD മാത്രമേ ഉള്ളൂ. സോ ദെൻ നമുക്ക് ആ ഒരു കേസ് കൂടെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം.
ഇതറിയോ? എന്താണെന്ന് അറിയോ? എന്താണ് പേരെന്താണ് ഇതിന്റെ? SSD. ഓക്കെ. ആ ഓക്കെ, ശരി. ആ ഓക്കെ, നമുക്ക് അതിൽ അൺബോക്സ് ചെയ്യട്ടെ ആദ്യം. ഓക്കെ, അപ്പൊ എനിക്ക് തോന്നുന്നു ഈ കേബിള് തരാം. ഈ കേബിൾ നമുക്ക് നോർമലി നമ്മുടെ പഴയ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക്, ഇപ്പൊ തോഷിബ, സീഗേറ്റിന്റെ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കിൽ ഈ ഒരു ടൈപ്പ് പോർട്ടാ വരുന്നത്. ആ ഒരു പോർട്ടാ കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇതില്. വെയിറ്റ്. ഓക്കെ, സോ നമ്മുടെ കേസ് ദേ ഇവിടെ എത്തി. തരാം വെയിറ്റ്. ഓക്കെ, ഏതായാലും കേസ് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. കാരണം എന്ന് പറയുന്നത് ഈ ഒരു SSD ഒരിക്കലും നമ്മൾ പുറത്ത് കാണിക്കത്തില്ലല്ലോ. ഈ ഒരു കേസിനകത്തായിരിക്കും SSD വെച്ചിരിക്കുന്നത്. അപ്പൊ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഹാൻഡി ആയിട്ടുള്ള ആ ഒരു സൈസ് തന്നെയാണ്. പിന്നെ അത് മാത്രമല്ല, അതിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റിയും കൊള്ളാം. ദെൻ നമ്മുടെ ആ ഒരു ഇതിൻ്റെ ഒരു കവർ ഒക്കെ, അതും വലിയ കൊള്ളാം. മോശമല്ലാത്തൊരു ക്വാളിറ്റി അതിനുമുണ്ട്. മോശമല്ലാത്തന്നല്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതൊരു മാറ്റ് ഫിനിഷ് ആണ് തോന്നുന്നു ഇതിന്റെ മുകളില്. അതും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഓക്കെ, സോ അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഇതെങ്ങനെയാണ് നമുക്കിനി ഒരു എക്സ്റ്റേണൽ SSD ആയിട്ട് യൂസ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പൊ ഇതില് വലിയ ഓപ്പറേഷൻസോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല, ജസ്റ്റ് സിമ്പിൾ ആണ്. സോ ഈ ഒരു ഇതിനകത്ത്, അതായത് നമ്മുടെ ഈ ഒരു ക്യാബിനറ്റിനകത്ത് നമുക്ക് ആ ഒരു SSD പ്ലേസ് ചെയ്യണം. SSD പ്ലേസ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഇവിടെ കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് നമ്മളൊരു ഫോട്ടോ എടുക്കാനായിട്ട് ഇത് വീണ്ടും ഇവിടെ വെച്ചു. ഓക്കെ, സോ ഇത് ജസ്റ്റ് സിമ്പിൾ ഓപ്പറേഷൻ ആണ്. ജസ്റ്റ് ഇവിടെ ടാപ്പ് ചെയ്ത് ബാക്കിലോട്ട് ആക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഓപ്പൺ ആയിട്ടുണ്ട്. ജസ്റ്റ് ഈ കേസ് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം. സോ ദെൻ ഇവിടെ നമുക്ക് കണക്ഷൻ പോർട്ട് നമുക്കിവിടെ കാണിക്കുന്നുണ്ട്, സാറ്റയുടെ പോർട്ട് കാണുന്നുണ്ട്. സോ അപ്പോൾ അത് പ്രോപ്പറായിട്ട് ആ ഒരു ഫിക്സിങ്, അതിലൊരു ജസ്റ്റ് ഇത് കണ്ടോ ഇങ്ങനെ, അതായത് ഫസ്റ്റ് ഇങ്ങനെ ഒന്ന് താഴോട്ട് വന്നിട്ട് പിന്നെയാണ് ചരിഞ്ഞിങ്ങനെ വന്നിരിക്കുന്നത്. ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ പ്ലേസിങ്, സാറ്റയുടെ ആ ഒരു പോർട്ട്. അപ്പോൾ അത് നമ്മൾ പ്രോപ്പറായിട്ടൊന്ന് നോക്കുക, അതാണ് മെയിനായിട്ടും ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ നമുക്ക് മുകളിൽ, അതായത് ഇതിനെ മുകളിലായിട്ട് പ്ലേസ് ചെയ്യാനായിട്ട് നമുക്കൊരു സ്പോഞ്ചിന്റെ ഒരു പോർഷനും കൂടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഇത് പ്ലേസ് ചെയ്യുക, ഇത് വെച്ചതിന് ശേഷം നമുക്കത് ക്ലോസ് ചെയ്യാം. അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമുക്കിത് പ്ലേസ് ചെയ്യാം. ജസ്റ്റ് ഹാർഡ് ഡിസ്ക് എടുക്കുക, നമ്മുടെ SSD എടുക്കുക. ഈ ഒരു കവർ നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് ആ ഒരു പോർട്ട് വരുന്നത്. ജസ്റ്റ് നമ്മളിവിടെ പ്ലേസ് ചെയ്യുക. നമ്മളിവിടെ കറക്റ്റ് പ്രോപ്പർ ഫിറ്റിംഗ് കൊടുക്കുക. then അത് നമ്മൾ ഫോർവേഡിലോട്ടൊന്ന് പുഷ് ചെയ്യുക, ആ ഒരു ഇത് കറക്റ്റായിട്ട് ഇരിക്കാനായിട്ട്. ജസ്റ്റ് ഒരുപാട് ബലമൊന്നും കൊടുക്കരുത്, ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് വെക്കുക. സോ ദെൻ നമുക്ക് ഈ ഒരു SSDക്ക് കൂടുതൽ ഷേക്കോ കാര്യങ്ങളോ വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ഇവിടെ സ്പോഞ്ച് കൂടെ തന്നിട്ടുണ്ട്. ജസ്റ്റ് നമ്മളത് പ്ലേസ് ചെയ്യുക. ഈ ഒരു കേസ് നമ്മൾ നേരത്തെ വെച്ചതുപോലെ തന്നെ തിരിച്ച് റിട്ടേൺ ചെയ്യുക. സ്പോഞ്ച് ജസ്റ്റ് നോക്കുക കറക്റ്റ് സെൻട്രലായിട്ട് തന്നെയാണോ വന്നിട്ടുള്ളത്. ഓക്കെ, എന്നിട്ട് ജസ്റ്റ് ഇത് ക്ലോസ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ പ്രോപ്പർ ഫിക്സ്മെന്റ് ആയിട്ടുണ്ട്. ഓക്കെ, കംപ്ലീറ്റ് ആയി. അപ്പോൾ നമുക്ക് നോർമലി ഉള്ളൊരു ഹാർഡ് ഡിസ്കിൻ്റെ ആ ഒരു ടൈപ്പ് തന്നെയായിട്ട് ഒരു ഹാർഡ് ഡിസ്ക് ആയിട്ട് നമുക്ക് തോന്നത്തുള്ളൂ. പിന്നെ നല്ല വെയിറ്റ് ഇല്ല, കാരണം SSD ആയതുകൊണ്ട് ഹാർഡ് ഡിസ്കിൻ്റെ അത്ര വെയിറ്റ് നോക്കില്ല. ദെൻ നമ്മൾ ഇതിലിപ്പോൾ അത് പറഞ്ഞില്ലല്ലോ, 512 GB SSD ആണ് നമ്മൾ യൂസ് ചെയ്തത്. നേരത്തെ ഞാൻ ഒരു എക്സ്റ്റേണൽ SSDയുടെ കമ്പാരിസൺ പറഞ്ഞത് അത് അറൗണ്ട് എനിക്കൊന്ന് 512 500 ആണെന്നാണ് തോന്നുന്നത്. നമുക്കിപ്പോൾ വരുന്നതിൽ
സാൻഡിസ്കിന്റെ ഒരു ഇതാണ് നമ്മൾ നോക്കിയിട്ടുണ്ട്, എക്സ്റ്റേണൽ SSD. ഇപ്പോൾ കറന്റ്ലി EVM എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ നമ്മൾ ചൂസ് ചെയ്ത്. ദെൻ അതുപോലെ നമ്മൾ ഈ കേസ് ചെക്ക് ചെയ്യുമ്പോൾ കേസിൽ നമ്മൾ നോക്കേണ്ട 2 കാര്യമുണ്ട്. USB 3.0 ഉണ്ടാവും, USB 2.0 ഉണ്ടാവും. അപ്പോൾ 2.0 ഒരിക്കലും പ്രിഫർ ചെയ്യരുത് നമ്മുടെ ഈ ഒരു കേസിന്. കാരണം 2.0 ആണെന്നുണ്ടെങ്കിൽ അതിന് സ്പീഡ് കുറവായിരിക്കും, നമ്മുടെ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന സ്പീഡ് കുറവായിരിക്കും. സോ നമ്മൾ ഇതിനകത്ത് SSD വെച്ചിട്ടും കാര്യമില്ല, അത്രയും ഈ ഒരു SSDയുടെ പെർഫോമൻസ് നമുക്ക് ഈ ഒരു 2.0 കിട്ടത്തില്ല. സോ അപ്പോൾ ഈ ക്യാബിനറ്റ് ചൂസ് ചെയ്യുമ്പോൾ 3.0യുടെ ക്യാബിനറ്റ് തന്നെ ചൂസ് ചെയ്യുക ഈ SSD ആണെന്നുണ്ടെങ്കിൽ. സോ ദെൻ നമുക്ക് ഫിനിഷായി. ജസ്റ്റ് നമുക്ക് കണക്ട് ചെയ്യുക, കഴിഞ്ഞു. നമ്മുടെ എക്സ്റ്റേണൽ SSD ആയിട്ടുണ്ട്. ഒരു എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് ആണെന്നേ തോന്നത്തുള്ളൂ, കാരണം ഈ ഒരു നോർമൽ ക്യാബിനറ്റ് എല്ലാം ഹാർഡ് ഡിസ്കിനായിട്ടാണ് വരുന്നത്. ജസ്റ്റ് നമ്മളിപ്പോൾ ഇതിൽ SSD ആയി യൂസ് ചെയ്യുന്നുള്ളൂ. മെയിനായിട്ടുള്ളൊരു മെറിറ്റ് എന്നുള്ളത് സ്പീഡ്, ഡാറ്റ ട്രാൻസ്ഫർ സ്പീഡ് കൂടുതലായിരിക്കും. ദെൻ SSD അറിയാമല്ലോ, സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്. സോ അതിൽ തന്നെ നമുക്ക് എന്താ പറയുക, കമ്പാരിറ്റീവ്ലി നമ്മുടെ ഹാർഡ് ഡിസ്കിനെക്കാളും ഈ പറയുന്ന രീതിയിൽ വേറെ ഒരു കേസ് കൂടെ ഉണ്ട് കേട്ടോ. നമുക്ക് ഹാർഡ് ഡിസ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന സ്പേസിനെക്കാളും നമുക്കിപ്പോൾ 500 GB ഒരു ഹാർഡ് ഡിസ്ക് ആണെങ്കിൽ നമുക്ക് 400, എനിക്ക് തോന്നുന്നു 400 അറൗണ്ട് ഒരു 20-25 GB വരെ യൂസ് ചെയ്യാൻ കിട്ടത്തില്ല നമുക്ക് ഹാർഡ് ഡിസ്കിൽ. പക്ഷെ നമുക്ക് SSDയിൽ ആ ഒരു ഇഷ്യൂ ഇല്ല. അറൗണ്ട് നമുക്ക് മാക്സിമം നമുക്ക് ഈ SSDയിൽ യൂസ് ചെയ്യാൻ കിട്ടും ആ ഒരു സ്പേസ്. അപ്പോൾ അത് രണ്ടും തമ്മിലുള്ള ഒരു ഡിഫറൻസ് തന്നെയാണ്. ദെൻ ഈ സ്പീഡ് ട്രാൻസ്ഫർ റേറ്റ്, നല്ല രീതിയിൽ സ്പീഡ് ട്രാൻസ്ഫർ റേറ്റ് വ്യത്യാസമുണ്ട് SSDയും അതുപോലെ തന്നെ ഹാർഡ് ഡിസ്കുമായിട്ട്. പിന്നെ ഉള്ളത് ലൈറ്റ് വെയിറ്റ് ആയിരിക്കും, ഹാർഡ് ഡിസ്കിനെക്കാട്ടിലും വളരെ വെയിറ്റ് കുറവായിരിക്കും SSD. ദെൻ ഡ്യൂറബിലിറ്റി, നമുക്ക് ഈ പറയുന്ന പോലെ 1-2 പ്രാവശ്യം ഒന്ന് താഴെ വീണെന്ന് പറഞ്ഞിട്ട് SSDക്ക് അത്ര പ്രോബ്ലംസ് ഒന്നും വരുന്നില്ല. കാരണം ഇത് ആ ഒരു എന്താ പറയുക, ഒരു മദർ ബോർഡ്, ആ ഒരു ബോർഡിന്റെ കൺസെപ്റ്റിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത് അത് നമ്മുടെ പഴയ CD ഉണ്ടല്ലോ, DVD CD, ആ ഒരു ഇതിന്റെ ഒരു CD പോലത്തെ ഒരു മെറ്റൽ CD യൂസ് ചെയ്തിട്ട് അതിനകത്താണ് നമ്മൾ റൈറ്റ് ചെയ്യുന്നത് ഈ ഒരു ഹാർഡ് ഡിസ്കിനകത്ത് വരുന്നത്. ആ ഒരു മേജർ ഡിഫറൻസാണ് വരുന്നത്. സോ എനിക്ക് തോന്നുന്നു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്യാം. ഇപ്പോഴത്തെ ഒരു എക്സ്റ്റേണൽ SSD യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഈ ഒരു രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം. സോ ദെൻ നമുക്ക് ജസ്റ്റ് ഈ ഒരു കേസിൽ കൂടി ഇത് വെച്ച് നോക്കാം, എങ്ങനെ നമുക്ക് കേസല്ല ഈ ഒരു കവറിൽ നമുക്ക് കീപ്പ് ചെയ്യുന്ന സമയത്ത് ഇത് എങ്ങനെ വെക്കാം എന്നുള്ള രീതിയിൽ നോക്കാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ജസ്റ്റ് ഈ കേബിൾ യൂസ് ചെയ്യാൻ, കേബിൾ വെക്കാനായിട്ടും ഒരു സ്പേസ് പോർഷൻ ഉണ്ട്. അപ്പോൾ കേബിൾ നമുക്ക് ഇവിടെയും ഫിക്സ് ചെയ്യാം. ദെൻ നമ്മുടെ SSD നമുക്ക് ഇവിടെയും ഫിക്സ് ചെയ്യാം. ഓ കറക്റ്റ് അല്ലല്ലോ നമ്മുടെ കവർ കറക്റ്റ് അല്ല. അപ്പോൾ ഒരു സാധനം ഫ്ലോപ്പ് ആയി കഴിഞ്ഞു, നമ്മുടെ കവർ കറക്റ്റ് ഫിറ്റ്മെന്റ് അല്ല. ഹാർഡ് ഡിസ്ക് കവറാണ് നമ്മൾ നോക്കിയത്, പക്ഷെ സെയിം നമുക്ക് അങ്ങനെ തന്നെയാണ് കൊടുത്തിരുന്നത്. പക്ഷേ അത് സൈസ് കറക്റ്റ് അല്ല, കുറച്ച് പുറത്തോട്ടാണ് നിൽക്കുന്നത്. കുഴപ്പമില്ല, നമുക്ക് ഏതെങ്കിലും റീപ്ലേസ്മെന്റ് ഉണ്ട് നമുക്ക് ഈ കവറിന്. നമുക്ക് ഈ കവർ ജസ്റ്റ് ചേഞ്ച് ചെയ്തിട്ട് വേറെ കവർ മേടിക്കാം. ഓക്കെ, എനിവേ ഇത് നമുക്കൊന്ന് ലാപ്പിൽ കണക്ട് ചെയ്തൊന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. എങ്ങനെയാണ് സ്പീഡ് ട്രാൻസ്ഫറിങ് റേറ്റ്, എങ്ങനെയാണ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. എനിവേ നമ്മുടെ കവർ ഫ്ലോപ്പായി, നമുക്ക് ഏതായാലും അത് ചേഞ്ച് ചെയ്യാം. നമ്മളിപ്പോൾ ലാപ്പിൽ കണക്ട് ചെയ്തു. അപ്പോൾ നമുക്കതിൽ ആ ഒരു ഡ്രൈവിൻ്റെ സിമ്പിൾ കാണിക്കത്തില്ല, കാരണം നമ്മൾ പാർട്ടീഷൻ ചെയ്തിട്ടില്ലല്ലോ. ഇതൊരു ഇന്റേണൽ SSD അല്ലേ, എക്സ്റ്റേണൽ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തു വരുന്നത്. സോ അപ്പോൾ നമ്മൾ ആൾറെഡി അത് പാർട്ടീഷൻ ചെയ്യണം. സോ അതിനായിട്ട് നമ്മൾ മാനേജിൽ പോവുക. മാനേജിൽ പോയതിന് ശേഷം നമുക്കതിൽ ഡിസ്ക് മാനേജ്മെൻ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ അതിനകത്ത് നമ്മുടെ ഹാർഡ് ഡ്രൈവ് ഡിസ്ക് 1 എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അൺഅലോക്കേറ്റഡ് സ്പേസ് ആയിട്ടാണ് നിൽക്കുന്നത്, അത് പാർട്ടീഷൻ ചെയ്തിട്ടില്ല ഇതുവരെ. സോ നമ്മൾ അത് റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ന്യൂ സിമ്പിൾ വോളിയം എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുത്ത് നമ്മൾ പുതിയൊരു പാർട്ടീഷൻ ക്രിയേറ്റ് ചെയ്യണം. ഇതൊക്കെ ജസ്റ്റ് നെക്സ്റ്റ് എന്നുള്ള രീതിയിൽ കൊടുത്താൽ മതി, അതിൽ വേറെ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 ഡ്രൈവ് ആക്കാം ഈ ഒരു SSDനെ തന്നെ, ബട്ട് നമ്മളിവിടെ ഒരെണ്ണം മാത്രമേ ആക്കുന്നുള്ളൂ. ജസ്റ്റ് NTFS 2 ഫോമാറ്റ് ഉണ്ട് ഫയൽ ടൈപ്പ്. നമുക്ക് NTFS ഉണ്ട്, അതുപോലെ തന്നെ FAT32 എന്നുള്ളൊരു എക്സ്ഫാറ്റ് എന്നുള്ള രീതിയിൽ ഒരെണ്ണം കൂടെ നമുക്കിതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ NTFS ആണ് നമുക്ക് വരുന്നത്, ഹാർഡ് ഡ്രൈവിൽ കൂടുതൽ അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ആ ഒരു ഫോർമാറ്റ് യൂസ് ചെയ്ത് നമ്മൾ ഫിനിഷ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഇതിപ്പോൾ ഇവിടെ ലോഡ് ആവുന്നുണ്ട്. സോ നമുക്ക് ആ ഒരു പാർട്ടീഷൻ ഇപ്പോൾ ക്രിയേറ്റ് ആയിട്ടുണ്ട്. സോ നമുക്ക് താഴെ ഇപ്പോൾ ഓട്ടോ പ്ലേയിൽ അത് വന്നിട്ടുണ്ട്. ഈ ഒരു ന്യൂ സിമ്പിൾ വോളിയം എന്നുള്ള പേരിൽ നമ്മളിപ്പോൾ ഇത് ക്രിയേറ്റ് ചെയ്തു.
ആ ഒരു ടോട്ടൽ സ്പേസ് നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് 476 GB ആണ് ഇതിലിപ്പോൾ 512 GB അത്രേ അവൈലബിൾ ഉള്ളൂ. ഇവിടെ നമുക്ക് ഹാർഡ് ഡ്രൈവിനെ അപേക്ഷിച്ച് കൂടുതൽ സ്പേസ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഫ്രീ സ്പേസ് വരുന്നത് നമുക്കിനി. അപ്പോൾ ഇതിൽ നമുക്ക് നെയിം വേണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യും. ഈ ന്യൂ വോളിയം എന്നുള്ളത് നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള പേരിന് ഇതിൽ കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് ഇതിൽ ഒരു ഡാറ്റ എങ്ങനെ ട്രാൻസ്ഫർ ചെയ്തിട്ട് നമുക്ക് നോക്കാം, എങ്ങനെയാണ് ഒരു സ്പീഡും കാര്യങ്ങളെന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് നമ്മുടെ കയ്യിലുള്ള ഒരു വീഡിയോ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് നോക്കുവാണ്. ഓക്കെ, മോശമല്ലാത്ത ഒരു സ്പീഡ് കിട്ടുന്നുണ്ട് നമുക്ക്. അറൗണ്ട് ഒരു 40 MB വരെ 40 MB വരെ നമുക്ക് ഒരു സ്പീഡ് ട്രാൻസ്ഫറിങ് റേറ്റ് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരെണ്ണം കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയാണ് പ്രോപ്പറായിട്ട് പോകുന്നുണ്ടോ എന്ന്. ഓക്കെ, നമുക്ക് ഏകദേശം 39.7 39.9 ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് മോശമല്ലാത്തൊരു സ്പീഡ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 2.0 ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇത്രയും സ്പീഡ് വരത്തില്ല. അതുപോലെ നമ്മളിപ്പോൾ കറൻ്റ്ലി ഉള്ളൊരു സ്പീഡ് നമ്മുടെ ലാപ്പിലും SSD ആണ്. അപ്പോൾ രണ്ടും പ്രോപ്പർ ആ ഒരു സ്പീഡ് ആയതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ നമുക്ക് സ്പീഡ് വരുന്നത്. ദെൻ നമുക്ക് എന്താ പറയുക, ഈ ഒരു ക്യാബിനറ്റ് യൂസ് ചെയ്ത് നമ്മൾ ചെയ്യുന്നത് കൊണ്ട് ചെറിയൊരു ചേഞ്ചസ് ഉണ്ടാകും. കാരണം USB വഴിയാണല്ലോ പോകുന്നത്. ആ ഒരു ചെറിയ വ്യത്യാസം വരും സ്പീഡിൽ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഇതാണ് നമ്മുടെ ഡിസ്ക് ഡ്രൈവിൻ്റെ ആ ഒരു പേര്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു സ്പീഡ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ഈ ഒരു ടാസ്ക് മാനേജറിൽ വെച്ചിട്ട് തന്നെ. നമുക്ക് ആ ഒരു സെയിം സ്പീഡ് തന്നെ ഇതിലും കാണിക്കും. ആ ഒരു പ്രോപ്പർ ആ ഒരു ഇതിൽ നമുക്ക് ആ ഒരു പ്രോപ്പർ സ്പീഡ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും കോസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ പറയുന്ന രീതിയിൽ ഈ ഒരു മെത്തേഡ് നമുക്ക് ട്രൈ ചെയ്യാം. കാരണം ഇനിയൊരു HDD മേടിക്കുന്ന സമയത്ത്, എക്സ്റ്റേണൽ ഹാർഡ് ഡ്രൈവ് മേടിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു SSD ഇതേപോലെ ചെയ്തെടുക്കുന്നത് തന്നെയായിരിക്കും നമുക്ക് ഏതെങ്കിലും ലാഭം വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വീഡിയോയിൽ മെയിനായിട്ടും പറയാനുള്ളത്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു SSD വേണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ചെയ്യാം. നമുക്ക് നമ്മുടെ നോർമൽ ഒരു SSDയുടെ തന്നെ സ്പീഡും കാര്യങ്ങളും എല്ലാം കിട്ടുന്നുണ്ട്. ഓക്കെയാണ്, നമുക്ക് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാം. സോ ദെൻ ഇതേപോലത്തുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ പേജ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.